അപ്പോൾ ഇന്നത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പഴയ ടി വിയാണ്. പഴയ ടി വിയിൽ പഴയ ബോക്സുമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ 52-32 എന്നാണ് കാണുന്നത്. ഇപ്പോൾ ടി വിയിൽ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുകൊണ്ട് വരില്ല. അപ്പം സിഗ്നൽ ഇല്ലാത്ത പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ മീറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ സിഗ്നലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പം ഇതിൻ്റെ ബോക്സ് കുറച്ച് പഴയ ബോക്സ്, അതിൽ 2 പിന്നായിട്ട് LMBൻ്റെ പിന്ന് 2 കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഒന്ന് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്, ഒന്നാണ് LMBയിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് മാറ്റി കുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ മാറ്റി കുത്തി നോക്കിയിട്ടുണ്ട് പറഞ്ഞു. അതുവരെ 2 പോയിന്റിലും കുത്തിയിട്ട് പിക്ചർ വരുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാനത് മാറ്റി കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സിലൊക്കെ 2 ഔട്ട്പുട്ടായിട്ട് വരിക. അതിൽ എഴുതിയിട്ടുണ്ടാവും LMBൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്കാണ് അത് കൊടുക്കേണ്ടത്. അപ്പം അത് കൊടുത്തതിന് ശേഷം ടി വി ഓൺ ആക്കിയപ്പോൾ അതിൽ ഇങ്ങനെയാണ് വേറൊരു ഇതാണ് വരുന്നത്. അതായത് കറണ്ട് സ്ക്രാമ്പിൾഡ് ആണ് കാണിക്കുന്നത്. അപ്പം ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൽ സെറ്റിങ്സൊക്കെ നോക്കുമ്പോൾ പഴയ മാതിരിയല്ല, കുറച്ച് പഴയ സെറ്റിങ്സ് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തപ്പി എല്ലാത്തിലും ഇൻസ്റ്റാളേഷനും ഫാക്ടറി ഡിഫോൾട്ടും ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഓരോ ഓപ്ഷനും എടുത്തിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ പാസ്വേഡൊക്കെ കൊടുത്തു. പക്ഷേ അപ്പം ഈ 16-6 വി ആർ ദിസ് ചാനൽ ടെമ്പററി ബ്ലോക്കഡ് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ 3 മാസം അവർ ഉപയോഗിക്കാതിട്ട ബോക്സ് ആയിരുന്നു. അപ്പോൾ റീചാർജ് ഉണ്ട്, പക്ഷേ അവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ റീസെറ്റ് ചെയ്തു കൊടുത്തു. പക്ഷേ പിക്ചറും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ ചാനൽ കാര്യങ്ങളൊക്കെ ലോഡായി വന്നിട്ടുണ്ട്, പക്ഷേ പിക്ചർ വരുന്നത് അതിലേക്ക്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ട്യൂൺ ചെയ്തപ്പോൾ അവിടെ സിഗ്നലും കാണിയിട്ടുമൊക്കെ 70-75% നമുക്ക് കിട്ടുന്നുണ്ട്. പ്രോഗ്രസ് പെട്ടെന്ന് 100 വന്നിട്ടുണ്ട്. അതിനുശേഷം സൺഡാക്റ്റിൻ്റെ റീസെല്ലർ ആപ്പ് എടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ റീഫ്രഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം കംപ്ലൈൻറ്റ് ഇങ്ങനത്തെ ടെമ്പററി ബ്ലോക്കഡ്, കറണ്ട് റണ്ണിങ് സ്ക്രാമ്പിൾഡ് അങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഈ 017 വാലിഡ് സെക്ടർ ഫൗണ്ട്, അത് പുതിയ ബോക്സും അല്ലാതെ പഴയ ബോക്സിൽ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ സ്മാർട്ട് കാർഡ് നമ്പർ എടുത്തിട്ട് റീഫ്രഷ് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായി വരുന്നതാവും. എല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. റീസെറ്റ് ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ ഒന്ന് ചാനലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. എന്നിട്ട് വരുന്നില്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് കൊടുക്കേണ്ടതാണ്. കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ സെറ്റിങ്സും നോക്കുകയാണെങ്കിൽ ഈ സെറ്റിങ്സ് ഈ ബോക്സിൽ പെട്ടെന്ന് ഐഡിയയും കാര്യങ്ങളും കിട്ടുന്നില്ല, കുറേ പഴയ ബോക്സ് ആയതുകൊണ്ട് തന്നെ. അപ്പം റീഫ്രഷ് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കുന്നത്. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, സിഗ്നലും കാര്യങ്ങളും ഓക്കെയാണ്. അതുകൊണ്ട് ഡിഷിൻ്റെ മുകളിൽ കയറേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ പിന്ന് മാറ്റി കൊടുത്ത് നോക്കിയപ്പോഴാണ് ആ 52-32 ഉള്ളത് മാറിയത്. അതിന് ശേഷമാണ് ഇങ്ങനെ കാണിച്ചത്. ഇപ്പോൾ ഇവിടെ പിക്ചർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. റീഫ്രഷ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പിക്ചറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പിന്നെ വരുന്നത്. 2 ഔട്ട്പുട്ടായിട്ട് വരുന്നത്. LMB കൊടുക്കാനുള്ള 2 ഓപ്ഷൻ ഉണ്ട് ഈ പിന്നിൽ. ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അത് മാറ്റി കൊടുത്തപ്പോൾ ഈ 52-32 ഉള്ളത് പോയി. അതിനുശേഷം ഇങ്ങനെയാണ് വന്ന് പിക്ചറും കാര്യങ്ങളൊക്കെ വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് പറയുന്നത്. ഈ പഴയ ബോക്സ് സാധാരണയാണ് ഇങ്ങനത്തെ പഴയ ബോക്സൊക്കെ കണ്ടുവരുന്നത്. അധികം ആളുകൾ TV മാറുന്നതിനനുസരിച്ച് HD ബോക്സിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോക്ക് നന്ദി. താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ.